ബെവറേജസ് അറ്റൻഡന്റ് ആയിട്ട് എന്നെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ അവർ ജോലി തന്നില്ല, ജോബ് എനിക്ക് കിട്ടിയില്ല. അതാണ് സിറ്റുവേഷൻ. കാർഡ് കിട്ടിയതിന് ശേഷം എനിക്ക് ജോബ് അവർ തന്നില്ല. അതിനുശേഷം ഞാൻ ഒരുപാട് മെയിലാക്കി കംപ്ലൈന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ അവര് എന്നെ ക്ലീനറായിട്ട് കയറ്റി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോബ് വരുന്നത് എല്ലാം പുറത്താണ് വരുന്നത്. ഏതെങ്കിലും കാരണവശാൽ പോലീസ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഡിപ്പോർട്ട് ചെയ്യും. അതിന്റെ കൂടെ എനിക്ക് ഡ്രൈവ് ചെയ്യേണ്ടി കൂടി വന്നു. ഡ്രൈവ് ചെയ്യൽ ഇവിടെ ഏറ്റവും വലിയ റിസ്ക് ആണ്. അതായത് ഞാൻ വരുന്നത് ജോബ് വേറെ, അതുപോലെ ഡ്രൈവിംഗ് ജോബ് വേറെ, അതായത് ഇവരുടെ വണ്ടി വേറെ. ഞാനും പിടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡിപ്പോർട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു, ജോലി ചെയ്യാതെ വെയിറ്റ് ചെയ്തു. ഹലോ നമസ്കാരം, ഹലോ മലയാളീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിരവധി പേരാണ് ഞാൻ മാൾട്ടയിൽ നിന്ന് ജർമ്മനി വന്നു എന്ന് മനസ്സിലായിട്ടും മാൾട്ടയിലെ വേക്കൻസി ഉണ്ടോ, മാൾട്ടയിൽ എന്തെങ്കിലും കോൺടാക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ മാൾട്ടയിലെ അൺസ്കിൽഡ് ജോലിയെക്കുറിച്ചൊന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് നിരന്തരം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയും പിന്നെ മാൾട്ടയിൽ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റുകളെ പറ്റിയും ഉള്ള ഒരു വിശദാംശങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. മാൾട്ട പഴയ മാൾട്ടയല്ല, അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. മാൾട്ടയിലെ ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും അൺസ്കിൽഡ് ജോലികൾക്ക് വളരെ രീതിയിലുള്ള അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും അൺസ്കിൽഡ് ജോലിയിൽ വരുന്ന കൂട്ടുകാർ, അൺസ്കിൽഡ് ജോലി വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേക്കൻസി ഉണ്ട്. അൺസ്കിൽഡ് ജോലി വരുന്ന കൂട്ടുകാർ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അൺസ്കിൽഡ് ജോലിയിൽ മാൾട്ടയിൽ വരാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക. മറ്റുള്ള കൂട്ടുകാർക്ക്, നിങ്ങളുടെ ആരെങ്കിലും കൂട്ടുകാർ, ഏതെങ്കിലും കൂട്ടുകാർ മാൾട്ടയിലുള്ളവരോ അല്ലെങ്കിൽ മാൾട്ടയിലേക്ക് വരാനായിട്ട് ഉദ്ദേശിക്കുന്നവരോ അൺസ്കിൽഡ് ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരോ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വളരെയധികം പ്രയോജനം ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഈ ഒരു സമയത്ത് ഈ ഒരു ടോപ്പിക്കായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള വീഡിയോയ്ക്കായി കാത്തിരിക്കുക. നമ്മളുടെ ഇപ്പോഴത്തെ ടോപ്പിക്ക് മാൾട്ടയിലെ അൺസ്കിൽഡ് ജോലിയും അതേപോലെ തന്നെ സ്കിൽ പാസും. ചില കൂട്ടുകാർ കേട്ടിട്ടുണ്ടായിരിക്കും സ്കിൽ പാസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, ചില ജോലികൾക്ക് സ്കിൽ പാസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ മാൾട്ടയിലെ ഇപ്പോൾ 3 മാസമായി അവിടെ എത്തി. അപ്പോൾ സ്കിൽ പാസിൻ്റെ പ്രോസസ്സൊക്കെ ചെയ്ത ഒരു കൂട്ടുകാരൻ നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ജിമിൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആൾക്ക് ഇപ്പോൾ സ്കിൽ പാസ് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് സ്കിൽ പാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വിശദാംശങ്ങളൊക്കെ ആൾ നമ്മളെ വീഡിയോയിൽ പറയുന്നതാണ്. എന്താണ് സംഭവിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് ആൾ ചെയ്തത്, എങ്ങനെയാണ് സ്കിൽ പാസ് അപ്ലൈ ചെയ്തത്, സ്കിൽ പാസ് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള പ്രയോജനം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, സ്കിൽ പാസ് ആർക്കൊക്കെയാണ് വേണ്ടത്, ഏത് ടൈപ്പ് ജോലിയിലുള്ള ആൾക്കാർക്കാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചോദിച്ചറിയാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേക്കൻസി ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ഷോർട്സ് വീഡിയോ ആയിട്ടും അതേപോലെ തന്നെ റീൽസൊക്കെ ആയിട്ടുമായിരിക്കും നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇനിയുള്ള വേക്കൻസികൾ അത് ജെന്യുവനായിട്ടുള്ള കമ്പനീസിൻ്റെ വേക്കൻസികളായിരിക്കും ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏജൻസി വേക്കൻസികൾ ഇടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഏജൻസി വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ചോദിക്കരുത്. ഒഫീഷ്യൽ കമ്പനീസിൻ്റെ വേക്കൻസികളും ഒഫീഷ്യൽ വെബ്സൈറ്റുമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ റീൽസായിട്ടും അതേപോലെ നമ്മുടെ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ ആയിട്ടായിരിക്കും അതിടുന്നത്. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയുള്ള ഇൻഫർമേഷൻസും അതേപോലെ വേക്കൻസികളെല്ലാം നമ്മൾ അങ്ങനെ ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് ജിമിനെ കോൾ ചെയ്യാം, എങ്ങനെയാണ് അവിടെ എത്തിയത്, സ്കിൽ പാസ് എന്താണെന്ന് ചോദിച്ചിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വെൽക്കം ടു അവർ ചാനൽ. ഹലോ നമസ്കാരം ബ്രോ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? മാൾട്ടയിൽ എന്നാണ് വന്നത്? ഞാൻ ഇപ്പോൾ മാൾട്ടയിൽ വന്നിട്ട് ഏകദേശം ഒരു 3 മാസത്തോളമായി. 3 മാസത്തോളമായി മാൾട്ടയിൽ വന്നിട്ട്. ഓക്കെ, എന്ത് ജോലിക്കാണ് ബ്രോ മാൾട്ടയിൽ വന്നത്? അതിന് മുമ്പേ ഒരു കാര്യം ചോദിക്കാനായിട്ട് മറന്നുപോയി. പേരെന്താണ്, നാട് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, എൻ്റെ പേര് ജിമിൻ എന്നാണ്. നാട് എന്ന് പറയുന്നത് ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത് അല്ലേ? ഓക്കെ, ചാലക്കുടിയിൽ നിന്ന് ഇപ്പോൾ മാൾട്ടയിലേക്ക് എത്തിയിട്ട് 3 മാസം കംപ്ലീറ്റ് ആയല്ലേ? 3 മാസമായി കംപ്ലീറ്റ്. ഓക്കെ, എന്താണ് ഇപ്പോഴത്തെ മാൾട്ടയിലത്തെ സിറ്റുവേഷൻ? ഇപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ നിലവിൽ ഇപ്പൊ ചെയ്യുന്നത് മാൾട്ട പോസ്റ്റിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഇവിടെ പോസ്റ്റൽ ഓപ്പറേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നാട്ടിലെ പോസ്റ്റ്മാൻ പോലത്തെ ജോലി പോകണം. അതെ അതെ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കയറിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, 1 മാസം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബ്രോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ സ്കിൽ പാസ് ഞാൻ എടുത്തിട്ടുണ്ട്, സ്കിൽ പാസിനെ കുറിച്ച് എന്തെങ്കിലും ആരും ചോദിക്കുകയാണെങ്കിൽ എനിക്കത് അറിയാം, ഞാൻ വന്ന് വീഡിയോയിലോ അല്ലെങ്കിൽ എങ്ങനെയും എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ബ്രോയ്ക്ക് ഓക്കെ ആ സ്കിൽ പാസിനെ കുറിച്ച് എന്താണ് പറഞ്ഞു തരാനായിട്ടുള്ളത്? ഈ സ്കിൽ പാസ് എന്തിനു വേണ്ടിയാണ് അവർ ഇറക്കിയത്? ഇപ്പോൾ ഏത് കാറ്റഗറി ജോലിയുള്ള ആൾക്കാർക്കാണ് ഈ സ്കിൽ പാസ് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? അത് എന്റെ അറിവിൽ ഞാൻ പറഞ്ഞു തരാം. ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നിർബന്ധമാക്കിയിട്ടുള്ളൊരു ഇതാണ് സ്കിൽ പാസ് എന്ന് സ്കിൽ പറയുന്നത്. പാസ്, അതായത് ഓക്കെ. ഇവിടെ അൺസ്കിൽഡ് ജോബിന് ഒരുപാട് ആൾക്കാർ വന്നിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാരണങ്ങളും വന്നുകൊണ്ട് തന്നെ ഇപ്പൊ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരും അത്യാവശ്യം അറിവുള്ള ആൾക്കാർ മാത്രം മാൾട്ടയിൽ മതി എന്നുള്ള രീതിയിലാണ് അവരിത് ഇറക്കിയേക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാനവിടെ മാൾട്ടയിലുള്ള സമയത്ത് എന്റെ അറിവ് പറഞ്ഞതാണല്ലോ. ഓക്കെ, അതെ അതെ അതെ, ഇത് തന്നെയാണ് സംഭവം. ഞാനവിടെ മാൾട്ടയിലുള്ള സമയത്ത് തന്നെ ഇവർ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യും. നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ജോലികൾക്ക്, അതേപോലെ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലകളിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ജോലികൾക്ക് വരുന്ന ആൾക്കാരുടെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇച്ചിരി കൂടെ നല്ല രീതിയിൽ ഈ ആൾക്കാരെ കൊണ്ടുവരുന്നതിന് വേണ്ടി സ്കിൽ പാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഇടയ്ക്കാണ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമായിട്ടുള്ളൂ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ജോലിക്കാർക്കാണ് ഇത് പ്രധാനമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള ഡെസിഗ്നേഷൻസ് ഒക്കെ ഒന്ന് പറയാനായിട്ട് പറ്റും? കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എനിക്കത് വേണോ എനിക്കത് വേണ്ട എന്നൊക്കെ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ മാൾട്ടയിലേക്ക് വരണമെന്ന് പറയുന്നത് എന്തായാലും അൺസ്കിൽഡ് ജോബിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നാട്ടിലേക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നല്ലൊരു ജോബ് ഉള്ളവരാണെങ്കിൽ ഇങ്ങോട്ടേക്ക് എന്തായാലും കയറി വരാനായിട്ട് ശ്രമിക്കത്തില്ല. ഓക്കെ. അപ്പൊ അവർക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും, ചിലപ്പോൾ അവർക്ക് സ്കിൽഡ് ഉണ്ടാവും. അതായത് ഒരു ഇലക്ട്രീഷ്യൻ ആവാം, അല്ലെങ്കിൽ ഇപ്പൊ അവരൊരു ഫുഡ് ഷെഫ് ആയിരിക്കാം, അങ്ങനെ പല രീതിയിലുള്ളവരായിരിക്കും ഇങ്ങോട്ട് കയറി വരുന്നത്. ഇപ്പൊ ചിലവര് അതൊന്നും അറിയാത്ത രീതിയിലും, ഇപ്പൊ ഞാൻ എന്റെ ജോബ് എന്ന് പറയുന്ന നാട്ടിൽ ഞാൻ ബാങ്കിങ് ആയിരുന്നു. ബാങ്കിങ്ങിനാണ് ഞാൻ ഫുഡ് ആൻഡ് ബിവറേജസ് അറ്റൻഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോബ് റോളിലേക്കാണ് ഞാൻ ഇങ്ങോട്ട് കയറി. ഓക്കെ. ഈ ജോലി ബ്രോയ്ക്ക് അറിയാമായിരുന്നു ഇവിടെ വന്നിട്ട് ഇവിടെ മാൾട്ട അതിനെ കണക്കാക്കുന്ന ഒരു അൺസ്കിൽഡ് ജോലിയായിട്ടാണെന്നുള്ള കാര്യം അറിയാമായിരുന്നോ? അങ്ങനെ എനിക്ക് അത്യാവശ്യം മാൾട്ടീനെ പറ്റി അറിയായിരുന്നു. ഞാൻ ജോബ് റോളിന്റെ വീഡിയോസ് തന്നെ കണ്ടിട്ട് അത്യാവശ്യം എനിക്ക് അറിയായിരുന്നു അതിനെ പറ്റി. എന്താ ഒരു അഭിപ്രായം, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് എന്തായാലും ഏതെങ്കിലും നല്ല ജോബ് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. ഓക്കെ. ഇപ്പോൾ വന്നിട്ട് ജോലി മാറിയല്ലോ, ആ സ്കിൽ പാസിന്റെ കാര്യം നമുക്ക് പറഞ്ഞു തുടങ്ങാം. സ്കിൽ പാസ് ആദ്യം നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്തായിരുന്നോ? അതായത് നമുക്ക് സ്കിൽ പാസ് നമുക്ക് 2 തരത്തിൽ എടുക്കാൻ പറ്റും. എന്ന് പറയുന്നത് നമുക്ക് മാൾട്ടയിൽ വന്നിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഞാൻ ചെയ്തത് ഒരു 3 മാസം മുന്നാണ് ചെയ്തത്. ഇപ്പൊ വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഈ ടൈപ്പിലുള്ള ജോലികൾക്ക്, അൺസ്കിൽഡ് ജോലികൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ പ്രോസസ്സ് നമ്മൾ നടത്തിയതായിട്ട് കാണിക്കുക. നിങ്ങൾ ഇവിടെ വന്ന സമയത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മാൾട്ടയിൽ വന്നിട്ട് ആണ് ഈ 3 മാസം നമുക്ക് നമ്മുടെ ടെമ്പററി വിസ ഉണ്ടല്ലോ, ആ വിസ കഴിയുന്നതിന് മുന്നേ, വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ മാൾട്ടയിൽ ബയോമെട്രിക്കിന് പോകുന്നതിനും ഐഡൻറ്റിറ്റിയിൽ ബയോമെട്രിക്കിന് പോകുന്നതിന് മുന്നേ നിങ്ങളത് ക്ലിയർ ചെയ്തിട്ട് പോകണമായിരുന്നു. ഇപ്പോഴത്തെ കേസ് അത് ഫസ്റ്റ് സ്റ്റേജ് നാട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അതെ. അപ്പം നിങ്ങൾ ചെയ്തത് കാരണം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ സ്കിൽ പാസ് എടുക്കാൻ തന്നെ ഒരുപാട് സമയം പോകുന്നുണ്ട്. അപ്പൊ അത് നാട്ടിൽ നിന്ന് എടുത്തില്ലെങ്കിൽ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്കിൽ പാസ് ഫേസ് 1 ഉണ്ട്, ഫേസ് 2 ഉണ്ട്. ഫേസ് 1 എന്ന് പറയുന്നത് നമുക്ക് ഞാൻ നാട്ടിൽ നിന്ന് എന്നെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ കയറി വരുന്നേക്കാളും 3 ദിവസം മുന്നേ ഓരോ ദിവസം ഓരോ എക്സാം വെച്ച് തീർത്ത് 4 എക്സാം തീർത്തു. 5ാമത്തെ എക്സാം ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ സ്കിൽഡ് ആയിട്ട്, അതായത് 4 എണ്ണം ബേസിക് ആയിട്ടുള്ള മൊഡ്യൂളും പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മൾ ഏത് ജോലിക്കാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു മൊഡ്യൂൾ നമ്മൾ എടുക്കാൻ സെലക്ട് ചെയ്യാണ് ചെയ്യാം. ഇതിനെല്ലാത്തിനും കൂടി വരുന്നത് എന്ന് പറയുന്നത് 475 യൂറോയാണ് ടോട്ടൽ വരുന്നത്. ഈ 475 യൂറോ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺലൈൻ വഴി പേ ചെയ്യണം, എങ്ങനെയാണ് അതിന്റെ രീതി? അത് ഞാൻ ഓൺലൈൻ വഴിയാണ് പേ ചെയ്തത്. അതായത് എന്റെ നാട്ടിലെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടായിരുന്നു ഞാൻ പേ ചെയ്തത്. ഓക്കെ. അത് ഏത് ജോലിക്കാണ്? ഈ ഫുഡ് ആൻഡ് നമ്മുടെ ആ കാറ്റഗറി അനുസരിച്ചിട്ട് ഈ ക്ലാസ്സിന് വ്യത്യാസമുണ്ടോ? എങ്ങനെയാണ് അൺസ്കിൽഡ് ജോലിക്ക് പ്രത്യേക കാറ്റഗറി അനുസരിച്ച്, ജോലി കാറ്റഗറി അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ടോ ഇതിന്? അതായത് ബേസിക് മൊഡ്യൂളുകൾ 4 എണ്ണം എല്ലാവർക്കും ബേസിക് ആയിട്ട് മസ്റ്റായിട്ട് എടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഓരോ ജോബിനനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഫുഡ് ആൻഡ് ബിവറേജസ് അറ്റൻഡന്റ് ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു മൊഡ്യൂൾ നമ്മൾ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അവരുടെ ലാസ്റ്റത്തെ മൊഡ്യൂൾ വേറെ ആയിരിക്കും. അതുപോലെ തന്നെ അങ്ങനെ പല ക്ലീനറിന്റെ ആണെങ്കിൽ വേറെ ആയിരിക്കും. അങ്ങനെ പല കാറ്റഗറി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തരാം, കാറ്റഗറി ബേസ് ചെയ്തിട്ട് വ്യത്യാസം വരേണ്ടത്. അത് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചേക്കാം. അപ്പോൾ അത് നോക്കുക നിങ്ങൾ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഹോട്ടൽ ആൻഡ് ബീവറേജ്, മറ്റേ ബാർ ആൻഡ് ബീവറേജ് അങ്ങനെ എന്തോ ഡെസ്റ്റിനേഷൻ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ
ആ ഒരു ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓഫീസ് അറ്റൻഡൻ്റ് ആയിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ, അൺസ്കിൽഡ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സ്കിൽ പാസ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതോ ഒരു പ്രയോജനമില്ല, നമ്മളത് വേറെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് ഇതിലെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്കിൽ പാസ് നമ്മൾ നമ്മുടെ സ്കിൽ പാസിന്റെ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ തന്നെ അതിനകത്ത് നമ്മുടെ ഇതും കൂടി കൊടുത്തിട്ടുണ്ടാവും, ഏത് ജോബിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അൺസ്കിൽഡ് ജോലി എന്ന് പറഞ്ഞാൽ മാൾട്ടയിൽ ഇപ്പോൾ ഒരു വലിയൊരു കുരുക്കായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ബ്രോ എന്താ പറഞ്ഞായിരുന്നു, എൻ്റെ ഒരു കാരണമില്ലാതെ എന്താണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് ഒരു മെയിൽ വന്നോ നോട്ടിഫിക്കേഷൻ വന്നോ അക്കൗണ്ട് കാണുന്നില്ലെന്നോ. മാത്രമല്ല, അതായത് ഇവര് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വരുത്തിയേക്കുന്ന ഒരു സ്കീമാന്ന് കൂടി പറയാൻ വേണമെങ്കിൽ ഒരുപാട് പേരുടെ ഇതുപോലെ റിജക്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സ്കിൽ പാസ് റിജക്ട് ചെയ്ത് ഒരു കാരണമില്ലാണ്ട് റിജക്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് പിന്നാലെ അന്വേഷിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും അതിനെപ്പറ്റി തിരക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നോ? സർക്കാനായിട്ട് നമ്മൾ സപ്പോർട്ടിലേക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിരുന്നു. എനിക്ക് പറ്റിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കാർഡ് കിട്ടിയതിന് ശേഷമായിരുന്നു എനിക്കത് റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കത് വേണ്ടി വന്നിട്ടില്ല. എനിക്ക് ഞാൻ ജോബ്, എനിക്ക് മാൾട്ട പോസ്റ്റിലേക്ക് ജോബ് കിട്ടുകയും ചെയ്തു, ഞാൻ മാറുകയും ചെയ്തു. എനിക്ക് അതിനെപ്പറ്റി നോക്കേണ്ട ആവശ്യം വന്നില്ല. ഓക്കെ, നമ്മളിപ്പം മാൾട്ടയിൽ ഒരു അൺസ്കിൽഡ് ജോലിക്കാണ് വരുന്നതെങ്കിലും സ്കിൽഡ് ജോലിക്ക് മാറുമ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് നിലവിൽ വിഷയമൊന്നുമില്ല. അപ്പോൾ അത് ഭാവിയിൽ ചിലപ്പോൾ ഇനിയിപ്പം അങ്ങനെ മാറി അപ്രൂവൽ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. മാൾട്ടയാണൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എങ്ങനെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ജോബൊക്കെ നന്നായിട്ട് പോകുന്നു. നാട്ടിൽ നിന്ന് ഇന്റർനാഷണൽ ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ മാൾട്ട പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തത്. ഇപ്പൊ ഒരുപാട് വേക്കൻസി ഇപ്പോഴും നിലവിലുണ്ട്. ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ ഡയറക്റ്റ് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്താൽ കിട്ടത്തില്ല. ഇവിടെ വന്നിട്ട് നമ്മള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കുന്നുണ്ട്. ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് ഏജന്റിനെ ഒന്നും ബേസിക് ആയിട്ട് അവർ നോക്കുന്നുള്ളൂ. ഓക്കെ, ഏജന്റിനെ ഒന്നും കാണേണ്ട കാര്യമില്ല, ഡയറക്റ്റ് വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ മാൾട്ടയിലുള്ളവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. മാൾട്ട പോസ്റ്റിൻ്റെ ഒഫീഷ്യൽ ജോബ് സീക്കിംഗ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു നിങ്ങൾ സ്കിൽ പാസ് എടുത്തെന്ന് പറഞ്ഞല്ലോ, ഈ സ്കിൽ പാസ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? നമ്മളെ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇപ്പം ജോലിയിൽ അതുകൊണ്ട് പ്രയോജനമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അത് ഒരെണ്ണം നല്ലതായിട്ട് തോന്നി. കാരണം എന്ന് പറയുന്നത് നമ്മുടെ മാൾട്ടയെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറെ നോളജിനെ പറ്റി ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ മാൾട്ട എങ്ങനെയാണ്, ഇവിടുത്തെ ക്യാപിറ്റൽ ഏതാണ്, മാൾട്ട എവിടെയാണ്, മാൾട്ടയിലെ ഫുഡിങ്, എല്ലാ കാര്യങ്ങളും മാൾട്ടയെ പറ്റിയിട്ട് നല്ലൊരു ഐഡിയ നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ജോബ് എന്ത് ജോബാണ് ചെയ്യാൻ പോകുന്നത്, അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഐഡിയ അതിനകത്ത് നമുക്ക് കിട്ടും. നമുക്കൊരു അതിനകത്തൊരു അസൈൻമെന്റ് പോലെയുണ്ട് ഒരുപാട്. അപ്പൊ അസൈൻമെന്റ് നമ്മൾ മാൻഡേറ്റ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഒരെണ്ണം തന്നെ നമ്മൾ ഏകദേശം ഒരുപാട് മണിക്കൂർ നമ്മൾ ഇരിക്കണം ഇതിന്റെ പിന്നാലെ ഒരു എക്സാം തീർക്കാൻ തന്നെ. എക്സാമിന് മുന്നേ ആദ്യം അസൈൻമെന്റ് തീർക്കണം, അത് കഴിഞ്ഞിട്ട് മോക്ക് എക്സാം ഉണ്ട്. അതിൽ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പൊ നമുക്കിങ്ങനെ ട്രൈ ചെയ്ത് നമുക്ക് വീണ്ടും അവസാനം എക്സാം എഴുതിയാൽ മതി. പിന്നെ ഇതിനകത്ത് എങ്ങനെയാ വരണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം നമുക്ക് ഫെയിൽ ആയാലും കുഴപ്പമില്ല, രണ്ടാമത് നമുക്ക് ഒന്നുകൂടെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സാം എങ്ങനെ ഉണ്ട്? ടഫ് ആണോ? ഈ ഒരു സ്കിൽ പാസ് കിട്ടുന്നിടം വരെയുള്ള കാര്യങ്ങൾ ഒന്ന് എക്സാമും പഠിക്കാനുള്ള ടോപ്പിക്കും പഠിക്കാനൊക്കെ ഒരുപാടുണ്ടോ? എക്സാം എങ്ങനെയാണ് വരുന്നത്? ഓൺലൈനാണോ അതോ ഓഫ്ലൈൻ ആണോ? ഞാൻ ആദ്യം ഇതിന്റെ ലിങ്കിൽ കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തു. നമ്മുടെ പാസ്പോർട്ട് നമ്പർ, കാര്യങ്ങള്, ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഇതുണ്ട്, 475 യൂറോന്റെ എല്ലാവരും മാൻഡേറ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു മൊഡ്യൂൾ ഉണ്ട്. അതിനകത്ത് തന്നെയാണ് 4 വരുന്നത്. ബേസിക് കസ്റ്റമർ കെയർ, പിന്നെ അതുപോലെ തന്നെ ബേസിക് മാൾട്ടീസ് ടൂറിസം പ്രൊഡക്റ്റ് കോഴ്സ്, ബേസിക് ഇംഗ്ലീഷ് ഫോർ ഹോസ്പിറ്റാലിറ്റി കോഴ്സ്, ഇംഗ്ലീഷ് പ്രൊഫഷണറി ടെസ്റ്റ്, അങ്ങനെ 4 മാൻഡേറ്ററി ആണ്. ഇത് നമ്മള് ഇതെല്ലാം കൂടി ഒരു ബണ്ടിലാണ് വരുന്നത്. അത് 475 യൂറോ ആണ് വരുന്നത്. അപ്പൊ അത് ആദ്യം നമ്മള് ഒരു കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് അതിന്റെ പേയ്മെന്റ് ചെയ്യണം. പേയ്മെന്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതാദ്യം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇതിന്റെ ഓരോ കോഴ്സും സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒരു വീഡിയോ പോലെ ഒരു പ്രസന്റ് ചെയ്യും ഇങ്ങനെ. അപ്പൊ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇങ്ങനെ വീഡിയോ നമുക്ക് കണ്ട് തീർക്കണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓരോന്നും കഴിയുമ്പോഴും ഓരോ അസൈൻമെന്റ് പോലെ ഇത് വരും, ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അതിൽ നമ്മൾ ആൻസർ ചെയ്യണം. അതിൽ നമ്മൾ പാസ് ആവണം. അത് പാസ്സായാലാണ് അടുത്തതിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അത് ഈ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ അതോ ഇന്റർവ്യൂ പോലെയാണോ, എങ്ങനെയാണ് ഇത്? നമുക്ക് വരുന്നത് പറയുമ്പോൾ ഒരു ലിങ്ക് പോലത്തെ ഇതുണ്ട്. അതിൽ നമുക്ക് കയറിയിട്ട് ലോഗിൻ ചെയ്യണം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ കോഴ്സിന് വേണ്ടിയിട്ടൊരു ആപ്പ് പോലെയാണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. ആപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വെബ്സൈറ്റ് പോലെയാണ് റെഡിയാക്കി.
അപ്പൊ അതിനകത്ത് നമ്മൾ കയറിയിട്ട് നമ്മള് കോഴ്സ് ആദ്യം വീഡിയോ പോലെ നമ്മൾ കാണുന്നു, അതിനെ പറ്റിയുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. അത്യാവശ്യം ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാം. ഓക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇംഗ്ലീഷ് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക്, അതായത് അവർ പറയുന്നത് എന്തിട്ടാ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ ആ സ്പോട്ടിൽ ആൻസർ ചെയ്യണം. എന്താണ് ഒരു വീഡിയോ പോലെ കാണിച്ചിട്ട് അതിൻ്റെ താഴെ ക്വസ്റ്റ്യനും ആൻസറും വരും, ആ സ്പോട്ടിൽ ആൻസർ ചെയ്യണം. എങ്ങനെയാണ് സംഭവം, അതാണോ? അല്ലല്ല, നമുക്ക് ഒരു വീഡിയോ പോലെ കാണിക്കും. ഒരു 20 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ പല വീഡിയോകളായിരുന്നു വരുന്നത്. ഓരോ സെക്ഷനിലും ഓരോ വീഡിയോ ആയിട്ടാണോ? അതെ അതെ അതെ. ആ ഓക്കെ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പം 4 മൊഡ്യൂൾ 5 മൊഡ്യൂൾ എങ്ങനെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഈ ടോട്ടലിൽ 4 വരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് മൊഡ്യൂൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു വീഡിയോ സംഭവം അങ്ങനെ ചെയ്തിട്ട് അങ്ങനെയാണോ? ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുന്നത് പറയുന്നത് ഓരോ വീഡിയോ കാണിക്കും അതിനെ പറ്റിയിട്ട്. അതായത് ഇപ്പൊ മാൾട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതിനെ പറ്റി മാൾട്ടയുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഇവിടുത്തെ ലാംഗ്വേജ്, അങ്ങനെ പല പല കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഒരു മൊഡ്യൂളിൽ തന്നെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ഓരോന്നും തീർന്നു കഴിയുമ്പോൾ, അതായത് ഒരു വീഡിയോ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർന്നു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള ഇത് ചോദിക്കും. അപ്പൊ അത് നമ്മൾ ആൻസർ ചെയ്യാം. നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ആൻസർ ചെയ്ത് റെഡിയാക്കാൻ പറ്റും. തെറ്റിയത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അവിടെ തന്നെ നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടും. തെറ്റി നമ്മൾ ആൻസർ ചെയ്ത് നമുക്ക് അതിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അങ്ങനെയാണ്. നമ്മൾ ഓൺലൈൻ വഴി ടെസ്റ്റ് ചെയ്യാനാണ്, അല്ലാതെ ടെസ്റ്റിംഗ് സെന്ററിലെങ്ങും പോയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ ഇത് ഇന്റർവ്യൂ എന്തോ ഉണ്ടെന്ന് പറഞ്ഞത്, അതെങ്ങനെയാണ്? ഇന്റർവ്യൂ ഉണ്ടോ അതിനില്ലയോ, എങ്ങനെയാണ് അതിന്റെ സംഭവം? അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് 1 കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് 2 എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് വരുന്നത് ഇപ്പൊ നാട്ടിൽ നിന്ന് എടുക്കുന്നവർക്കാണെങ്കിൽ നമുക്കത് VFS പോയിട്ടായിരിക്കും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരാം. ഇപ്പൊ മാൾട്ടയിലുള്ളവരാണെങ്കിൽ, അതായത് എന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഞാൻ പകുതി ഞാൻ ചെയ്തത് നാട്ടിൽ നിന്നാണ്. ഞാൻ വരണേക്കാളും 3 ദിവസം മുന്നാണ് ചെയ്തു തുടങ്ങിയത്. ഒരു കോഴ്സ് വെച്ച് ബാക്കി എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞാൻ നാട്ടിൽ നിന്നാണ്. അപ്പൊ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, എങ്ങനെ എവിടെ നിന്ന് ചെയ്യണം എന്നുള്ള അറിയില്ലായിരുന്നു, ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ അവരെ കോൺടാക്ട്, അവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മള് ഒരു മെയിൽ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അവര് കറക്റ്റ് ആയിട്ട് റിപ്ലൈ തരുന്നുണ്ട് നമ്മള് എന്ത് ചെയ്യണ്ടെന്നുള്ളത്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞത്, നിങ്ങൾ എന്തായാലും എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, നാട്ടിൽ നിന്ന് ചെയ്യണമെങ്കിൽ നാട്ടിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റിയിലെ ഒരു ഇതുണ്ട്, ഇവരുടെ ഒരു ഓഫീസ് ഉണ്ട്. അവിടേക്കാണ് നമ്മൾ ഇന്റർവ്യൂ ഷെഡ്യൂൾ. അതിന്റെ ലിങ്ക് കാര്യങ്ങളെയും പ്രോന് അയച്ചു തരാം. അപ്പൊ അവിടെ ചെന്ന് നമ്മൾ ഈ സ്കിൽ പാസിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അത് പറഞ്ഞു തരുന്നതായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ അതിന്റെ ലിങ്ക്, അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ എൻ്റെ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു ധാരണ സ്കിൽ പാസിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ സ്കിൽ പാസ് ഉണ്ട് പ്രധാനമായിട്ടും. സ്കിൽ പാസിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഫേസ് 1 അല്ല, ഫേസ് 2 ആണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ഫേസ് 1 ഇപ്പൊ ആർക്കായാലും നമുക്ക് വേണമെങ്കിൽ പാസ് ആവുന്നതുള്ളൂ. അതിപ്പോ ഇപ്പൊ നമുക്കൊരു ഫ്രണ്ട് ചെയ്തിട്ടുള്ള ആളുണ്ടെങ്കിൽ നമുക്കൊരു സിസ്റ്റത്തിന്റെ അടുത്തിരുന്ന് ഒരു കാരണവശാലും നമ്മൾ മറ്റൊരാളുടെ ഫേസ് ഒന്നും കാണാൻ പാടില്ല. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് തന്നെ റിജക്ട് ചെയ്ത് കളയും. കാണാണ്ട് നമുക്ക് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ഫേസ് 1 നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സുഖമായിട്ട്. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ മാൾട്ടയിൽ ചെയ്യുന്നുണ്ട്, ചെയ്ത് കൊടുക്കുന്നുണ്ട്, പൈസ വാങ്ങി ചെയ്യുന്നവരുണ്ട്. അതും പരിപാടി തുടങ്ങിയല്ലേ? ഒരുപാടുണ്ട്. ഫേസ് 2 എന്ന് പറയുന്നത് നമ്മൾ ഫേസ് 1 പാസ്സായിട്ട് കാര്യമില്ല. ഫേസ് 2 എന്ന് പറയുന്നതാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നത്. ഫേസ് 2 നമ്മൾ ഡയറക്റ്റ് അവിടെ പോകുന്നു, പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഒരാൾ നമ്മൾ സിസ്റ്റം ഓൺ ആക്കി തരുന്നു. ഒരു സിസ്റ്റം ഓൺ ആക്കി തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അവർക്ക് കാണാൻ പറ്റും, പക്ഷെ അവര് വീഡിയോ ഓഫ് ആയിരിക്കും അവരുടെ. നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഒരു സിനാരിയോ തരും, ആ സിനാരിയോയിൽ നിങ്ങൾ എന്ത് ചെയ്യും, അത് ഒന്ന്. പിന്നെ അതുപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഈ മൊഡ്യൂളുകൾ ഉണ്ടല്ലോ, ഈ മൊഡ്യൂളുകൾക്ക് കുറച്ച് ട്രൂ ഓർ ഫോൾസ് ചോദിക്കും. അപ്പൊ അതിന് നമ്മൾ ആൻസർ ചെയ്യണം. അതുപോലെ തന്നെ അങ്ങനെ 3-4 ടൈപ്പ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മള് എന്ത് ജോലിക്കാണ് വന്നത്, അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. ഇപ്പൊ ഫുഡ് ആൻഡ് ബിവറേജസ് അറ്റൻഡന്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എന്റെ ജോബ് എന്താണ്, അതിന്റെ റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ ഒരു എങ്ങനെ ഉണ്ടാക്കുന്നു, ഇപ്പൊ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ആ ഫുഡിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, അപ്പൊ നമുക്ക് അതിനെ പറ്റി ഒരു ഐഡിയ വേണം. ഞാൻ ബാങ്കിങ് ജോബിൽ വന്നിട്ട് ഈ ഫുഡ് ആൻഡ് ബിവറേജസ് അറ്റൻഡന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. അപ്പോ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മള് നാട്ടില് ചെയ്യണ പണിയിലായിരിക്കില്ലല്ലോ ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ. മാൾട്ടയില് ഈ ഒരു സംഭവം, ഇപ്പം നമ്മള് ഫുഡ് ഈ ഒരു സെക്ഷൻ തന്നെ നിങ്ങളെ ആ ജോലിയായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ് ഈ സെക്കൻഡ് സെക്ഷൻ എന്ന് പറഞ്ഞത്, സെക്കൻഡ് മോഡ്യൂൾ എന്താണ് പറഞ്ഞത്, ലെവൽ 2 ഫേസ് 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് വെച്ചിട്ട് വർക്ക് പെർമിറ്റിന് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ.
അതെ. അതല്ലേ? അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നാട്ടിൽ നിന്ന് ഏജന്റ് പറയുന്ന പോലെ പിറ്റേന്ന് വന്ന് ജോലിക്ക് കയറാന്നുള്ള പരിപാടി അൺസ്കിൽഡ് ജോലിക്ക് നടക്കത്തില്ല എന്ന സാരം. അതെ, അപ്പോൾ അതെ. ഇത് വന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടത്തുള്ളൂ. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. നമ്മൾ മാക്സിമം നാട്ടിൽ നിന്ന് ഫേസ് 1 കംപ്ലീറ്റ് ചെയ്ത് ഫേസ് 2 കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് വരണതായിരിക്കും നല്ലത്. ഏറ്റവും നല്ലത്. ഫേസ് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ട് വരും. ഇതാണ് നമ്മൾ ഫേസ് 1 കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റിന്റെ അടിയിലായിട്ട് ലിങ്ക് ഉണ്ടാവും. നമുക്ക് ഫേസ് 2 ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് തന്നിട്ടുണ്ടാവും. അപ്പൊ അതിന് എന്നാണ് വേക്കൻസി വരുന്നത്, മാൾട്ടയിൽ വന്നിട്ടാണ് ചെയ്യണമെങ്കിൽ ആ വേക്കൻസി എനിക്ക് ഞാൻ നോക്കി കഴിഞ്ഞപ്പോ കണ്ടത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കണ്ടത്, 15 ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ടത്. അപ്പൊ അവിടെയും 15 ദിവസം നമ്മൾ മിസ്സായി. ചിലപ്പോ അടുത്തൊന്നും ഉണ്ടാവില്ല. ഇവിടെ വന്നിട്ടാ ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ അപ്പോഴും വീണ്ടും ലാഗാവാണ്. നമുക്ക് ആകെ ഉള്ളത് 3 മാസമാണ്. കുറെ ആൾക്കാർ 2ാമത്തെ മാസമായിരിക്കും ഇങ്ങോട്ട് കയറി വരുന്നത്. അപ്പൊ നമ്മൾ പിന്നെ അപ്പീല് പോകേണ്ടി വരും. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോ. അതായത് നമുക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്താൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. കാരണം ഹൗസിംഗ് അതോറിറ്റി അപ്രൂവൽ ഒരുപാട് ലാഗാവുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ അപ്രൂവൽ കിട്ടാൻ അങ്ങനെ ഒരുപാട് ലാഗാവുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പൊ ഇതാണ് ഓവറോൾ സിറ്റുവേഷൻ മാൾട്ടയിലെ. അതെ, മോശമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരുപാട് വേക്കൻസി കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഹെവി ലൈസൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇവിടെ ഡ്രൈവർ ജോബിനൊക്കെ ഒരുപാട് വേക്കൻസി ഉണ്ട്. നമുക്ക് 1 ഇയറിലേക്ക് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുപാട് ഡെലിവറി ഡ്രൈവറിന്റെ ഒക്കെ വേക്കൻസി വരുന്നുണ്ട് ഈ ലൈസൻസ് വെച്ചിട്ടുള്ളതൊക്കെ. നിലവില് ഒരുപാട് പേർക്ക് ജോലിയുണ്ട്, എന്നാൽ ഒരുപാട് പേർക്ക് ജോലി ഇല്ലാത്ത അവസ്ഥയുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോ മാൾട്ട എന്താണ്, ഇവിടെ സിറ്റുവേഷൻ എന്താണ്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വരണമെങ്കിൽ കുഴപ്പമില്ല. അറിയാണ്ട് വരുന്നവരാണെങ്കിൽ എല്ലാം പഠിക്കേണ്ടതായിട്ട്. ഇപ്പൊ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് തന്നെ നമ്മൾ ഒരു എംപ്ലോയർ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് 1 ഇയർ വർക്ക് പെർമിറ്റ് നമ്മൾ ചെയ്തു കൊടുക്കും, നിങ്ങൾക്ക് പിന്നെ പോയി വർക്ക് ചെയ്യാം എന്ന്. ഈ വർക്ക് ചെയ്യാൻ ഉള്ള വർക്ക് പെർമിറ്റ് ആ ഒരു കമ്പനി മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു വർക്ക് പെർമിറ്റ് ഉപയോഗിച്ചിട്ട് മറ്റ് കമ്പനി പോയി കഴിഞ്ഞാൽ അത് ലീഗൽ ഇഷ്യൂസ് വരും, ചിലപ്പോൾ ഡീപ്പോർട്ട് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല. ഇപ്പൊ ഇവിടെ കണ്ടുവരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ വർക്കിന് പോയില്ല എന്ന് വിചാരിക്കാം. അതായത് നമ്മളെ കൊണ്ടുവന്ന എംപ്ലോയർ നമുക്ക് ഇപ്പൊ എന്റെ സിറ്റുവേഷൻ പറയാം. എന്നെ ഫുഡ് ആൻഡ് ബിവറേജസ് അറ്റൻഡന്റ് ആയിട്ട് എന്നെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ അവർ ജോലി തന്നില്ല, ജോബ് എനിക്ക് കിട്ടിയില്ല. അതാണ് സിറ്റുവേഷൻ. കാർഡ് കിട്ടിയതിന് ശേഷം എനിക്ക് ജോബ് അവർ തന്നില്ല. അതിനുശേഷം ഞാൻ ഒരുപാട് മെയിലാക്കി കംപ്ലൈന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ അവര് എന്നെ ക്ലീനർ ആയിട്ട് കയറ്റി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോബ് വരുന്നത് എല്ലാം പുറത്താണ് വരുന്നത്. ഏതെങ്കിലും കാരണവശാൽ പോലീസ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഡീപ്പോർട്ട് ചെയ്യും. അതിന്റെ കൂടെ എനിക്ക് ഡ്രൈവ് ചെയ്യേണ്ടി കൂടി വന്നു. ഡ്രൈവ് ചെയ്യൽ ഇവിടെ ഏറ്റവും വലിയ റിസ്ക് ആണ്. അതായത് ഞാൻ വരുന്നത് ജോബ് വേറെ, അതുപോലെ ഡ്രൈവിംഗ് ജോബ് വേറെ, അതായത് ഇവരുടെ വണ്ടി വേറെ. ഞാനും പിടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡീപ്പോർട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു, ജോലി ചെയ്യാതെ വെയിറ്റ് ചെയ്തു. കാരണം ഒന്നില്ലെങ്കിൽ എന്റെ എൻഗേജ്മെന്റ് ഫോം കാര്യങ്ങളൊന്നും അവര് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെന്നെ റിവോക്ക് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ നാട്ടിലേക്ക് കയറി വന്നിട്ട് ഇവിടെ റിവോക്ക് അടിച്ചിട്ട് കുത്തിരിക്കുന്നവരുണ്ട്. അതെ, അത് ഈ റിവോക്കേഷനെ പറ്റി എന്തുവാന്ന് കൃത്യമായിട്ട് പോലും അറിയത്തില്ല. ഇവരിപ്പം മാൾട്ടയിലെ ജോലി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഒരു ഗ്യാരണ്ടിയോ ഒരു വാറണ്ടിയോ ഇല്ലാത്ത ജോലിയാണ് മാൾട്ടയിലത്. അത് ഇപ്പോൾ ഇച്ചിരിയെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ്, ഹെവി ലൈസൻസ് ഉള്ളവനാണെങ്കിൽ അത് സേഫാണ്. പിന്നെ ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു 50% സേഫാണെന്ന് പറയാം. കാരണം എംപ്ലോയറുടെ കയ്യിൽ നമ്മുടെ ID കാർഡിൻ്റെ പെർമിറ്റിൻ്റെ ആക്സസ് ഉള്ളതുകൊണ്ട് നമ്മളുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മൾ പൈസ തന്നില്ലെന്നോ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ ID കാർഡ് റിവോക്ക് ചെയ്യാൻ പറ്റും. ഈ ID കാർഡ് റിവോക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ പിന്നെ 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇമിഗ്രേഷൻ അതോറിറ്റി പോയി നമ്മൾ അപ്പീൽ കൊടുത്ത് അപ്പീലിന് അപ്രൂവൽ മേടിച്ച് നിൽക്കണം. അല്ലെങ്കിൽ പുതിയൊരു എംപ്ലോയറിനെ കണ്ടുപിടിക്കണം. മാൾട്ടയിൽ ഒരു സിറ്റുവേഷൻ, ഇത് ഭയങ്കരമായിട്ടുള്ള വലിയൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിൽ. പണ്ട് ഈ ഒരു വിഷയമില്ലായിരുന്നു, എംപ്ലോയർ നമ്മളെ മറ്റൊരു കമ്പനിയിലേക്ക് മാറാനൊക്കെ സംഭവിക്കും. പക്ഷേ ഇപ്പോഴത്തെ സൈസ് ഒരുപാട് പേരുള്ളത് കൊണ്ടും ഇവൻ പോയാലും നമുക്കൊന്നുമില്ല, അടുത്ത ആളെ കുറച്ച് പൈസ കൂടെ ചിലവാക്കിയിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ കുറച്ച് പൈസ കൂടെ മേടിച്ചിട്ട് കൊണ്ടുവരാമെന്നുള്ള സിറ്റുവേഷൻ ജസ്റ്റ് ഒരു ബിസിനസ് പോലെയാണ് നടത്തുന്നത്. അപ്പോൾ മാൾട്ടയിലേക്ക് പോകുന്നവർ നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് നിങ്ങൾ സേഫാണോ, അല്ലെങ്കിൽ എംപ്ലോയർ നമ്മളവിടെ ചിലപ്പോൾ ജോലിയില്ല എന്നെന്തെങ്കിലും സാഹചര്യം വന്നാൽ കാർഡ് പിടിച്ച് റിവോക്ക് ചെയ്യുമോ, അവിടെ പെട്ടിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് വേണം പോകാനായിട്ട്. ഒരു വിധത്തിലും ഒരു സേഫായിട്ടുള്ള ഒരു ജോലിയല്ല മാൾട്ടയിലെ ജോലി എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്ക്, മാൾട്ടയിലെ ലീഗലായിട്ടുള്ള വശങ്ങളൊക്കെ അറിയാവുന്നവർക്ക് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കും, ഇവിടെ പോയാൽ ഇങ്ങനെ നടക്കും എന്നുള്ളവർ, പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ പേര് വന്ന് പെടുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള ലീഗലായിട്ടുള്ള പെൺകുട്ടി വന്നിട്ടുണ്ട് ഇവിടെ.
ഈ ആള് ക്ലീനറായിട്ടാണ് വന്നത്. ആളുടെ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ജോലി ഉണ്ട്, പക്ഷെ സാലറി ഇല്ല. അതെ, അങ്ങനത്തെ സിറ്റുവേഷൻ. ഞാനൊരു അതായത് ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ വേറൊരു പയ്യനും കൂടി, അതായത് മലയാളിയാണ് ഏജന്റ് കൊണ്ടുവന്നത്, മലയാളിയാണ്. മലയാളിക്ക് മാൾട്ടയിലെ മലയാളിക്ക് ഭാരം മലയാളികൾ തന്നെയാണ്. അത് ഞാൻ എവിടെയും പറയും. കാരണം ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രം പണിക്ക് പോകുന്നു, അതാണ് അവസ്ഥ. അതാണ് അവസ്ഥ. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ ഒരു ഇച്ചിരി ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ചേച്ചിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആള് മാൾട്ടയിൽ വന്നിട്ട് ഏകദേശം 4 വർഷമായി. ഈ 4 വർഷത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് 2 വർഷം മാത്രമേ പെർമിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അപ്പീൽ മേടിച്ചിട്ടാണ് നിൽക്കുന്നത്. ജോലിക്ക് പോകുന്നുണ്ട്, വരുന്നുണ്ട്, പക്ഷെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല. EU ബാൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ലീഗൽ പ്രൊസീജിയർ എന്ന് ചോദിച്ച് പലയിടത്തും ചോദിച്ചിട്ട് അവസാനം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രീതിയിൽ പെട്ടു നിൽക്കുന്ന ആൾക്കാരുമുണ്ട്, നല്ലപോലെ ഏണിങ്സ്, നല്ല പൈസ ഉണ്ടാക്കി നല്ല ജോലി ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ ആ രാജ്യത്തിലെ നിയമവശങ്ങൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ അവിടെ ഉള്ള ആൾക്കാരെ എടുത്ത് ഇന്ന സംഭവങ്ങൾ എന്താണ്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ചെയ്യാൻ പറ്റും, ID കാർഡ് റിവോക്കേഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. എന്നാലും നമ്മൾ എന്തെങ്കിലും നമുക്കൊരു കാര്യം അവിടെ ചെന്നിട്ട് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരാൾ പോലും സഹായിക്കാൻ കാണത്തില്ല. നമ്മൾ തനിയെ കിടന്ന് ഓടേണ്ടതായിട്ട് വരും. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്കതിന് കൃത്യമായുള്ള ആക്ഷൻ കൃത്യമായുള്ള സമയത്ത് എടുക്കാനായിട്ട് പറ്റും. 2-3 ദിവസം മുന്നേ തന്നെ ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തു, ചേട്ടാ എൻ്റെ ഒരു അനിയൻ മാൾട്ടയിലുണ്ട്, പക്ഷേ അവൻ്റെ ID കാർഡ് മിസ്സായിപ്പോയി, കമ്പനി എംപ്ലോയർ ചേഞ്ച് ചെയ്യണമായിരുന്നു. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ID കാർഡ് മിസ്സായിട്ട് ആ ഒരു ID കാർഡ് മിസ്സായതിൻ്റെ പ്രോസസ്സും ചെയ്തില്ല, എംപ്ലോയർ ചേഞ്ചിന് കൊടുക്കുകയും ചെയ്തു. അവസാനം അതും കിട്ടിയില്ല, ഇതും കിട്ടിയില്ല, FIR ഇട്ടില്ല ID കാർഡിൻ്റെ പ്രോസസ്സുകൾ. അങ്ങനെ ID കാർഡ് മിസ്സായതിനെ പേടിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ വരെ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ ID കാർഡോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം മിസ്സായാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുക, പോലീസിൽ ചെന്ന് പറയുക, പോലീസിൽ ചെന്ന് FIR റിപ്പോർട്ട് ഇടുക, എന്നിട്ട് നമ്മുടെ കാർഡ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി വെച്ചതിന് ശേഷം ഒരു രാജ്യത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ബ്രോ, എന്താണ് മാൾട്ടയിലത്തെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് മാൾട്ട എന്ന് പറഞ്ഞ് നോക്കുമ്പോഴും മാൾട്ടയിലേക്ക് വന്നിട്ടുള്ള ഒരവസ്ഥയും എന്ത് തോന്നുന്നു? ഇവിടെ നല്ലതുണ്ട്, അതുപോലെ തന്നെ മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, നമ്മുടെ വരുന്ന ആൾക്ക് ഇതിനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടാവണം. വന്നു കഴിഞ്ഞാൽ പണി കിട്ടും, ഉറപ്പാണ്. റീൽസ് അല്ല റിയൽ എന്ന് മനസ്സിലായല്ലേ? ഓക്കെ, അത് കിട്ടിയില്ലെങ്കിൽ മലയാളികളായാലും പണി തരും അല്ലേ? റീൽസ് അല്ല റിയൽ എന്ന് മനസ്സിലായല്ലേ? അതെ അതെ, എനിക്കറിയായിരുന്നു. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വന്നുകൊണ്ട് കുഴപ്പങ്ങളുണ്ടായിരുന്നു. നമ്മൾ പേപ്പർ വർക്ക് ചെയ്യാനായാലും കാര്യങ്ങളെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടാവണം. ഒരു എംപ്ലോയർ ചേഞ്ച്, ഇപ്പൊ ഞാനിപ്പോ പെട്ടെന്ന് തന്നെ എംപ്ലോയർ ചേഞ്ച് ചെയ്തു, കാർഡ് കിട്ടിയ വഴി തന്നെ ഞാൻ എംപ്ലോയർ ചേഞ്ച് ചെയ്തു. അപ്പൊ അതിനെ പറ്റിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല, ഒരുപാട് കഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് ഏകദേശം 31 മിനിറ്റോളം ആയ വീഡിയോ. ഈ വീഡിയോ കാലം കാണുമെന്ന് അറിയത്തില്ല. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആൾ ഷെയർ ചെയ്തത്. ജിബിൻ എന്നല്ലേ പേര്? അപ്പോൾ അതെ, ജിബിന് വളരെ താങ്ക്സ് ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ ജോയിൻ ചെയ്തതിനും നമ്മുടെ വ്യൂവേഴ്സിന്, സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഓരോ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുത്തതിനും വളരെ താങ്ക്സ്. അപ്പോൾ മറ്റ് ദിവസങ്ങളിൽ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വേക്കൻസി ഇൻഫർമേഷൻസ് ഞാൻ റീൽസ് ആയിട്ടായിരിക്കും ഇടുന്നത്. റീൽസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക, അതേപോലെ ഷോർട്സ് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ കമ്പനി വേക്കൻസികൾ മാത്രമാണ് ഇടുന്നത്, ഏജൻസി വേക്കൻസികൾ ഇടാറില്ല. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പലരും ഏജൻസി നല്ലതാണോ അല്ലെങ്കിൽ ഏജൻസി വേക്കൻസികളുണ്ടോ, ഏത് ഏജൻസിയാണോ നല്ലതെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒഫീഷ്യൽ കമ്പനീസിൻ്റെ വേക്കൻസികളും വെബ്സൈറ്റുകളുമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ജിബിനെ ബൈ. അപ്പോൾ താങ്ക്സ്, വളരെ സന്തോഷം. അപ്പോൾ ഇനി ഒരു ദിവസം നമുക്ക് മാൾട്ടയിൽ വരുമ്പോൾ നേരിട്ട് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, അപ്പോൾ ഏകദേശം മാൾട്ടയെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മാൾട്ടയിലേക്ക് വരാനിരിക്കുന്നവരും പ്രത്യേകിച്ച് അൺസ്കിൽഡ് ജോലിയിൽ ഏതെങ്കിലും ഏജൻസിയെ കണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയാൽ മതി, രക്ഷപ്പെടും എന്ന് ആലോചിച്ചിരിക്കുന്നവരും കണ്ട് മനസ്സിലാക്കേണ്ട ഒരു വീഡിയോ ആയിരുന്നു ഇത്. സ്കിൽ കാർഡിൻ്റെ പ്രോസസ്സ് അറിയാത്തവരാണെങ്കിലും ഈ ഒരു വീഡിയോ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു ദിവസത്തിൽ നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വളരെ നന്ദി, ശുഭദിനം.